ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഹോളിഡേയും ഒരു റെയിനി ഡേയുമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഭയങ്കര മഴയാണ്, നല്ല കാറ്റും ഇല്ലാണ്ട്. നമുക്ക് എക്സാമൊക്കെ ഉണ്ട്. രാവിലെ തന്നെ മദ്രസിൽ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പോകാൻ വന്നിട്ട് ഞാൻ ഉറങ്ങി. പെട്ടെന്ന് കുറച്ച് നാട്ടിൽ വിളിച്ചെന്നുള്ള ഇതാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ഈ സമയം മുതലുള്ള കുറച്ച് ക്ലിപ്സ് നമുക്കത് കണ്ടു നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ പണിയാണ് കേട്ടോ. ഇത് കണ്ടു, ഇതിലധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളമൊക്കെ മാറ്റി ഒരു കുറച്ച് വെള്ളം നിറച്ചിട്ട് ഈ ചെടി അതിലേക്ക് ആക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ടാസ്ക്. ഇതിന്മേൽ റബ്ബർ കെട്ടിച്ചിട്ടുണ്ട്, എന്തിനാണാവും. അപ്പോൾ അതൊക്കെ ഊരിക്കളഞ്ഞ് ചെടി ഒരു ഭാഗത്ത് വെച്ച് ഇങ്ങനെയിട്ട് വെള്ളമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഇത് പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ചെടിയൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടണമെന്ന് അറിയാം. മണ്ണിൽ നിന്ന് കയറ്റുമതി ചെയ്യണമാണ് ഗീസ്. അവിടെ പോകുമ്പോൾ ഓരോ ചെടികൾ ഇങ്ങനെ കൊണ്ടുവരണം. അപ്പം പിന്നെ അതിങ്ങനെ ഓരോ ഇതിലിങ്ങനെ ബോട്ടിലാക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതിങ്ങനെ അതേപോലെ ഇങ്ങനെ കിച്ചണിൽ വിൻഡോൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കുന്നതാണ്. അവിടെ കണ്ടുള്ളൊരു ബ്ലൂ കുപ്പി ആ ബോട്ടിലും ഇതേപോലെ ഉണ്ടായിരുന്നു മണി പ്ലാന്റ്. അതിപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പപ്പായ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇത് റെഡ് ലേഡിയാണ് കഴിച്ചത്. ഞാൻ മനോട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറ്റിയ ആ ഡാൻസിലെ പാട്ട് ഞാൻ ഇട്ടുതരാം കേട്ടോ. അതുപോലെ തോന്നി ഞാൻ ആ പാട്ടൊന്ന് കൊടുത്താണ്. പിന്നെ ഞാൻ നേരെ ചെന്ന് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ചു. അത് ഞാൻ വച്ചിരുന്ന ബ്ലാങ്കറ്റും അതൊക്കെ എല്ലാം ഒന്ന് അടുക്കി പൊറുക്കി മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. തീരെ ഭയങ്കര സ്പീഡ് കൂട്ടുകയാട്ടോ. പിന്നെ ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു, എന്നാലേക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അതൊക്കെ വാഷ് ചെയ്തു സെറ്റായി ഗൈസ്. പിന്നെ ഞാൻ നേരെ ഫേസ് ഒന്ന് തുടച്ചു കേട്ടോ. കുറച്ച് മഴയൊക്കെ ഇങ്ങനെ കുറച്ച് കണ്ടു. പിന്നെ ഞാൻ നേരെ മുകളിൽ പോയി ജേർണൽ ചെയ്യാനിരുന്നു. റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ജേർണൽ ചെയ്യുന്നത്, അല്ലാതെ ഭയങ്കര വലിയ ജേർണലിസ്റ്റ് ഒന്നല്ല ഞാൻ. പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതൊരു പഴയൊരു ഡയറിയാണ് കേട്ടോ. 1995 തോന്നുന്നു. അപ്പോൾ ഞാനത് വെറുതെ കണ്ടപ്പോൾ ഇതിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇതിലൊന്ന് ചെയ്ത് നോക്കിയതാണ് വെറുതെ. അതിൻ്റെ പുറമൊക്കെ ഞാൻ ഗെയ്സിങ്ങൾ നേരത്തെ കണ്ട് പുറത്തുനിന്നുള്ള അകത്തു നിന്നുള്ള വ്യൂ ആയിരുന്നു. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി മഴയൊക്കെ ചോർത്തപ്പം അപ്പം അതാണ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ പുറത്തുനിന്നുള്ള സൗണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ടാവും, കാരണം നെറുവിലൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പം അവിടെയാണ് തോട് കാണുന്നത്. ബട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ കേസ് ഇങ്ങനെയൊക്കെയാണ് വ്യൂ. അവിടെ റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയൊക്കെ വന്നാൽ വീണ്ടും ഞാൻ ഫ്രിഡ്ജ് തുറന്ന് വെക്കും, അതിനുള്ള എന്തെങ്കിലും സാധനം എടുക്കും. വീണ്ടും അത് ആവശ്യമൊന്നും ഉണ്ടാവില്ല, വീണ്ടും അത് അകത്തേക്ക് തന്നെ വെക്കും. ഫ്രിഡ്ജിൻ്റെ പോലെ നോക്കേണ്ട കേസ് അത് അങ്ങനെയാണ് ഇളക്കി വെക്കാൻ. സമയം ഇപ്പം അതാ ഒരു 1:30 ശേഷം തോന്നുന്നു കഴിച്ച് ഞാനങ്ങനെ ഒരു മയക്കത്തിലോട്ട് കടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്തൊന്ന് ഓടിക്കാൻ ഇറങ്ങിയിട്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് ബാങ്ക് കൊടുത്ത് ഞാൻ നിസ്കരിച്ചാലിരുന്നു. പിന്നെ മദ്രസയിലെ എക്സാമാണ്. അപ്പോൾ ഞാൻ അതിനോടൊക്കെ അങ്ങനെ ഓരോന്നും എന്നോടൊക്കെ പറഞ്ഞിങ്ങനെ പഠിച്ചുകൊണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത്രയുള്ള വീഡിയോ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ലൈന. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇതെല്ലാം ഒരു ദിവസത്തെ വീഡിയോ ഒന്നുമല്ല, ഇത് ഓരോ ദിവസത്തെ കുറച്ച് ക്ലിപ്സാണ്. മുഴുവനാവാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടതാട്ടോ.